അഫ്ഗാനിസ്ഥാനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തോടെ സുനിൽ ഛേത്രി സ്വന്തമാക്കിയത് ലോക ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നേട്ടമാണ്. ഇതാ ഇന്ത്യയെ സൂക്ഷിച്ചോളൂ എന്ന് ക്യാപ്റ്റൻ തൻ്റെ തന്നെ ഫുട്ബോൾ ജീവിതത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു ഫുട്ബോളർക്ക് കയ്യെത്തിപ്പിടിക്കാൻ എളുപ്പമല്ലാത്ത ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പക്ഷത്തു നിന്നും എഴുതി ചേർത്തു. 150 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ജേഴ്സി അണിയുക എന്നുള്ള നേട്ടം. ലോക ഫുട്ബോളിൽ ഇതുവരെ 40 പേർ മാത്രമേ ഈ നേട്ടത്തിലേക്ക് ഡ്രിബിൾ ചെയ്ത് എത്തിയിട്ടുള്ളൂ. 2005 മുതൽ ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ ജേഴ്സി അണിയുന്ന ഛേത്രി 94 ഗോളുകളാണ് സ്വന്തം രാജ്യത്തിനായി സ്കോർ ചെയ്തത്. കൂടുതൽ ഗോൾ സ്കോർ ചെയ്തവരുടെ ലിസ്റ്റിൽ ഇപ്പോൾ സജീവമായ കളിക്കാരിൽ മൂന്നാമതാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ. ഛേത്രിയുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് എക്കാലത്തെയും മികച്ച ഫുട്ബോളർമാരായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഇറങ്ങുക എന്നുള്ള നേട്ടവും ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുക എന്ന നേട്ടവും ഛേത്രിയുടെ പേരിൽ തന്നെയാണ്. സുനിൽ ഛേത്രിയുടെ ബാല്യകൗമാരങ്ങളും ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ ആരവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു. തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ 1984 സുനിൽ ഛേത്രിയുടെ ജനനം. അച്ഛനും അമ്മയും സഹോദരിമാരും ഫുട്ബോളർമാർ തന്നെ. അച്ഛൻ ഇന്ത്യൻ ആർമി ഫുട്ബോളിന് വേണ്ടി പൊരുതി. അമ്മയും സഹോദരിമാരും നേപ്പാളിൻ്റെ വനിതാ ടീമിലെ അംഗങ്ങളായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഛേത്രിയുടെ കളിപ്പാട്ടം ഫുട്ബോളായിരുന്നു. ഡൽഹിയിലെ ഒരു ലോക്കൽ ക്ലബ്ബായ സിറ്റി ക്ലബ്ബിൽ നിന്നുമാണ് ഛേത്രി തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. അവിടെ നിന്നും മോഹൻ ബഗാനിലേക്ക്. 2002 മുതൽ 2005 വരെ മോഹൻ ബഗാനിൽ കരിയർ ചെലവഴിച്ച ഛേത്രി പിന്നീട് വിവിധ ക്ലബ്ബുകളിലേക്ക് എത്തുന്നുണ്ട്. ഇന്ത്യയിലെ ക്ലബ്ബുകൾക്ക് പുറമെ പോർച്ചുഗീസ് ലീഗിലെ ക്ലബ്ബായ സ്പോർട്ടിംഗ് CPയുടെ ബി ടീമിലും മേജർ സോക്കർ ലീഗിലെ സ്പോർട്ടിംഗ് കനാസിറ്റിക്ക് വേണ്ടിയും ഛേത്രി ബൂട്ടണിഞ്ഞു. ഇന്ത്യയിൽ ISL ആരവങ്ങൾ വന്നപ്പോഴും സുനിൽ ഛേത്രി തന്നെയായിരുന്നു ടൂർണമെൻറ്റിൻ്റെ മുഖം. പല വിദേശ താരങ്ങളും ISLൽ എത്തിയപ്പോഴും ടൂർണമെൻറ്റിൽ ഛേത്രിയുടെ തട്ട് താണു തന്നെയിരുന്നു. മോഹൻ ബഗാനിൽ കളിക്കുന്ന സമയത്ത് തന്നെയാണ് സുനിൽ ഛേത്രിക്ക് ഇന്ത്യയുടെ ജൂനിയർ ടീമിലേക്ക് കോൾ വരുന്നത്. ഇന്ത്യയുടെ അണ്ടർ 23 ടീമുകൾക്കായി ബൂട്ടണിഞ്ഞ ഛേത്രി വൈകാതെ തന്നെ സീനിയർ ടീമിൻ്റെ ഭാഗമാവുന്നുണ്ട്. പാകിസ്ഥാനെതിരായ മത്സരത്തിലായിരുന്നു ഛേത്രി അരങ്ങേറിയത്. ആദ്യ മത്സരത്തിൽ തന്നെ സുനിൽ ഛേത്രി ഗോളടിച്ചു. ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയ യുഗം അവിടെ ആരംഭിക്കുകയായിരുന്നു. പിന്നീട് ഈയുള്ള കാലം വരെ അയാൾ ഇന്ത്യൻ ടീമിൻ്റെ അവിഭാജ്യ ഘടകമായി. സുനിൽ ഛേത്രിയുടെ പേരില്ലാതെ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ വായിക്കാൻ കഴിയില്ല. സുനിൽ ഛേത്രി എന്ന കളിക്കാരൻ്റെ പ്രൊഫൈൽ എടുത്തു നോക്കിയാൽ അയാളുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി തന്നെയാണ് പ്രധാനം. ഛേത്രി എന്ന 39-കാരൻ സ്ട്രൈക്കറാണ് ഇപ്പോഴും ഇന്ത്യക്കായി ഗോൾ സ്കോർ ചെയ്യുന്നത്. ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല പ്രവണതയല്ല ഇത്. മറ്റ് സ്ട്രൈക്കർമാരുമായുള്ള താരത്തിൻ്റെ ലിങ്ക് പ്ലേയും എടുത്തു പറയേണ്ട ഒന്നാണ്. ആംബാൻഡ് അണിഞ്ഞ് ടീമിനെ നയിക്കുന്ന ഛേത്രി സഹകളിക്കാർക്കും ഇന്ത്യയിൽ ഫുട്ബോൾ സ്വപ്നം കാണുന്ന യുവജനതയ്ക്കും പ്രചോദനമാണ്. ഇന്ത്യയുടെ അണ്ടർ 20 ടീമിന് വേണ്ടി സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയാണ് ഛേത്രി തുടങ്ങുന്നത്. അതിനുശേഷം ഛേത്രി തൻ്റെ ടീമുകളുടെ ഷെൽഫിലേക്ക് എത്തിച്ചത് നിരവധി കിരീടങ്ങളാണ്. 4 ഐ ലീഗ് കിരീടങ്ങളും ഒരു ISL കിരീടവും സുനിൽ ഛേത്രി നേടിയിട്ടുണ്ട്. AFC കപ്പിൽ റണ്ണേഴ്സപ്പായതാണ് ക്ലബ് കരിയറിലെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. ഇന്ത്യ 4 തവണ സാഫ് കപ്പ് ഉയർത്തുമ്പോൾ സുനിൽ ഛേത്രി ടീമിലുണ്ടായിരുന്നു. 2008 AFC ചലഞ്ച് കപ്പ് നേടിയ ടീമിലും ഛേത്രി അംഗമായിരുന്നു. 7 തവണയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോളറായി താരത്തെ തിരഞ്ഞെടുത്തത്. ഇതിനു പുറമെ അർജുന അവാർഡ്, ഖേൽ രത്ന, പത്മശ്രീ എന്നിവ ഉൾപ്പെടുന്ന നിരവധി പുരസ്കാരങ്ങൾ. ആരൊക്കെയായിരിക്കും ഇന്ത്യയുടെ സ്പോർട്സ് ഐക്കണുകൾ എന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിനൊപ്പം എത്ര പേർ സുനിൽ ഛേത്രിയുടെ പേര് പറയും? ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രത്തിലും കായിക ചരിത്രത്തിലും സുനിൽ ഛേത്രി എന്ന പേര് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിനും ഒരു സുവർണ്ണകാലം ഉണ്ടാകുമെന്ന് സ്വയം ഉദാഹരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ. സുനിൽ ഛേത്രി എന്ന ക്യാപ്റ്റൻ്റെ വിയർപ്പ് വീണ കോർട്ടിൽ ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ കിളിർക്കുന്നത് കാണാനാവും.